മണിരത്നത്തിന്റെ ഇരുവരിലെ മോഹൻലാലിന്റെ പ്രകടനം അത്ര നന്നായില്ലേ? ഭാഷ കൈകാര്യം ചെയ്യാൻ മമ്മൂട്ടിയെ പോലൊരു എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് മോഹൻലാലിന്റെ ഡയലോഗ് ഡെലിവറി കാരണം ചിത്രത്തിലെ ഒരു രംഗം മ്യൂട്ട് ചെയ്ത് BGM ഇടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പ്രകടനം നാടകീയമായി പോയോ? MGRനെ പോലെ തോന്നിയില്ലേ? എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നത്? അടുത്തിടെ റിലീസായ തമിഴ് ചിത്രം കാന്തയിൽ ദുൽഖർ സൽമാൻ ഒരു വിന്റേജ് നടന്റെ വേഷമായിരുന്നു അവതരിപ്പിച്ചത്. ചിത്രത്തിലെ താരത്തിന്റെ പ്രകടനം ഏറെ പ്രശംസകൾ നേടിയെടുക്കുകയും ചെയ്തു. കാന്തയുടെ റിലീസിന് മുൻപേ ഇരുവരും കാന്തയും തമ്മിലുള്ള താരതമ്യങ്ങൾ ഉടലെടുത്തിരുന്നു. അതോടെ ആരാധകർ ചേരിതിരിഞ്ഞ് ഫാൻ ഫൈറ്റ് തുടങ്ങി. ഇതിനിടയിൽ ഇരുവരിലെ മോഹൻലാലിന്റെ പ്രകടനത്തെപ്പറ്റി ചിലർ ഉന്നയിച്ച ആരോപണങ്ങളാണ് മേൽപ്പറഞ്ഞവ. ആദ്യം തന്നെ പരക്കെയുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് പറയട്ടെ. ഇരുവർ MGRന്റെ ബയോപിക് ആണെന്നതാണത്. ചിത്രം MGRന്റെയും കരുണാനിധിയുടെയും ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നത് സത്യമാണ്. കഥയ്ക്കുള്ള ആദ്യ വിത്ത് മണിരത്നത്തിന്റെ മനസ്സിൽ പാകിയതാവട്ടെ സാക്ഷാൽ MD വാസുദേവൻ നായരും. എന്നാൽ ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് ആനന്ദൻ എന്നാണ്, MG രാമചന്ദ്രൻ എന്നല്ല. പ്രകാശ് രാജ് അവതരിപ്പിച്ചത് കരുണാനിധിയെയല്ല, തമിഴ് സെൽവനെയാണ്. ഐശ്വര്യ റായ് അവതരിപ്പിച്ചത് ജയലളിതയെയല്ല, കൽപ്പനയെയാണ്. കൽപ്പന ആനന്ദന്റെ മരണത്തിന് ശേഷം മുഖ്യമന്ത്രിയാകുന്നുമില്ല, മറിച്ച് ആനന്ദന് മുൻപേ അപകടത്തിൽ മരണമടയുകയാണ്. MGRനെ മിമിക്ക് ചെയ്യാനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പോലെ തൊപ്പിയും സിഗ്നേച്ചർ കണ്ണടയും ഷോളും ഒക്കെ മോഹൻലാലിന് നൽകാമായിരുന്നു. എന്നാൽ അവ പോസ്റ്റർ സ്റ്റില്ലുകളിൽ മാത്രം ഒതുങ്ങി. തൊണ്ടയ്ക്ക് വെടിയേറ്റ് ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയാതെ വന്ന MGRന്റെ പ്രത്യേക സംസാര ശൈലി അനുകരിക്കാൻ ശ്രമിക്കാമായിരുന്നു. എന്നാൽ ഇതൊന്നും മണിരത്നം ആവശ്യപ്പെട്ടതേയില്ല. മനസ്സിൽ കണ്ട വേഷത്തിലേക്ക് രാജ്യത്തെ ഏറ്റവും അനുയോജ്യനായ നടനെ അദ്ദേഹം തിരഞ്ഞെടുത്തു. MGR ഒരു മലയാളി ആയതിനാലാണ് മോഹൻലാലിനെ തിരഞ്ഞെടുത്തത് എന്നും ഒരു ആരോപണമുണ്ട്. എന്നാൽ അങ്ങനെയാണെങ്കിൽ തമിഴ് സെൽവനായി ആദ്യം കാസ്റ്റ് ചെയ്തത് മമ്മൂട്ടിയെയാണ്. പിന്നീട് ആ വേഷം എത്തിയതാകട്ടെ കർണാടകക്കാരനായ പ്രകാശ് രാജിലേക്കും. മോഹൻലാലിന്റെ ആനന്ദൻ ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ സംഭാഷണത്തെ മറച്ചുകൊണ്ട് റഹ്മാന്റെ BGM കയറി വരുന്നുണ്ട്. എന്നാൽ അതിന് കാരണം തമിഴ്നാട്ടിലെ സെൻസിറ്റീവായ രാഷ്ട്രീയമായിരുന്നു. ആ ഡയലോഗുകൾ DMKക്കെതിരെയുള്ള വിമർശനമായിരുന്നു എന്നതായിരുന്നു അക്കാലത്തുയർന്ന ആരോപണം. ഭാഷകളും ഭാഷാ ശൈലിയും കൈകാര്യം ചെയ്യുന്നതിൽ താരതമ്യേന പരിമിതിയുള്ള മോഹൻലാലിന്റെ തമിഴിലെ എന്നല്ല അന്യഭാഷാ സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച ഡയലോഗ് ഡെലിവറിയുള്ള കഥാപാത്രമായിരുന്നു ആനന്ദൻ. ഇരുവർ മണിരത്നത്തിന്റെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയുന്നത് വെട്രിമാരനെയും സത്യനന്ദിക്കാടിനെയും പോലെയുള്ള സംവിധായകരും തമിഴിലെ തന്നെ പ്രമുഖരായ അഭിനേതാക്കളും മാത്രമല്ല, മണിരത്നം തന്നെയും അത് സമ്മതിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ സിനിമയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന കമൽ മണിരത്നം ക്ലാസിക് നായകൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോഴാണ് മണിരത്നത്തിന്റെ ക്രാഫ്റ്റിന്റെയും മോഹൻലാലിന്റെ സൂക്ഷ്മാഭിനയത്തിന്റെയും വിലയറിയുന്നത്. ഏതായാലും രണ്ട് അന്യഭാഷാ സിനിമകളിൽ വളരെ പ്രസ്റ്റീജിയസ് ആയ രണ്ട് വേഷങ്ങൾ അഭിനയിക്കാൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും രണ്ടുപേരെ ക്ഷണിക്കുകയും അവരത് മനോഹരമായി ചെയ്തു തീർക്കുകയും ചെയ്യുമ്പോൾ അതിൽ അഭിമാനിക്കുന്നത് വിട്ടിട്ട് അവരെ തമ്മിൽ ത്രാസിൽ തൂക്കി നോക്കി പരസ്പരം ചെളി വാരിയെറിയുന്ന പ്രവൃത്തി നമ്മുടെ നാട്ടിൽ മാത്രമേ കാണാൻ സാധിക്കൂ.